എനിക്ക് 100% ഉറപ്പാണ് ഞാൻ ഇനി പറയുന്ന ഈ 6 സീക്രട്ട് ട്രിക്കുകളിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഐഫോണെ പൂർണ്ണമായിട്ടും യൂസ് ചെയ്യുന്ന ആ 10% ഐഫോൺ യൂസേഴ്സിൽ ഒരാളായിരിക്കും നിങ്ങൾ. ഈ ട്രിക്കുകൾ നിങ്ങളൊന്നും പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ നിങ്ങൾ കംപ്ലീറ്റ്ലി യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. സോ ദീസ് ആർ ദ 6 സീക്രട്ട് ഐഫോൺ ട്രിക്സ് ദാറ്റ് യു ഷുഡ് നോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. പൊതുവേ നമ്മളുടെ ഫോൺ മറ്റൊരാൾക്ക് കൈമാറുമ്പം അവർ നമ്മളുടെ ഫോട്ടോസോ വീഡിയോസോ മറ്റെന്തെങ്കിലും ഡാറ്റാസ് ആക്സസ് ചെയ്യുമോ അല്ലെങ്കിൽ വാട്സാപ്പ് ഓപ്പണാക്കി ചാറ്റ് നോക്കുമോ ഇങ്ങനെയുള്ള ഒരു കൺസേൺ നമുക്കുണ്ടാകാറുള്ളതാണ്. ഈ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ബിൽറ്റിനായിട്ട് ആക്സസിബിലിറ്റി ഫീച്ചറിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് അസിസ്റ്റീവ് ആക്സസും ഗൈഡഡ് ആക്സസും. അതിനുവേണ്ടി സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക, ആക്സസിബിലിറ്റി ഓപ്ഷനിൽ പോവുക. ഏറ്റവും താഴത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിൽ ഗൈഡഡ് ആക്സസ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കൊടുക്കാം. മറ്റൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ ആപ്ലിക്കേഷനിൽ നിന്ന് എക്സിറ്റ് ആകാനും സാധിക്കത്തില്ല. ആ ആപ്ലിക്കേഷന് വിത്തിൻ അകത്തുള്ള കാര്യങ്ങൾ മാത്രമേ നോക്കാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ക്യാമറ ആപ്ലിക്കേഷൻ ഒരാൾക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. ഏത് ആപ്ലിക്കേഷനാണോ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കേണ്ട ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ പവർ ബട്ടൺ ഉണ്ടല്ലോ, പവർ ബട്ടണിൽ 3 തവണ ടാപ്പ് ചെയ്യുക ഒരുമിച്ച്. 1 2 3 അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഗൈഡഡ് ആക്സസിൻ്റെ പാനൽ ഓപ്പണായി വരും. ഇവിടെ സ്റ്റാർട്ട് എന്നുള്ളത് ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫോണിൻ്റെ പാസ്കോഡ് അല്ലാതെ മറ്റൊരു പാസ്കോഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. സോ ഇത് നമ്മുടെ കൂട്ടുകാരോ ഫാമിലി മെമ്പറാണോ അവർക്ക് അറിയത്തില്ല. സോ ഈ പാസ്വേഡ് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതങ്ങ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് യാതൊരു കാരണം വെച്ചാലും ഈ ആപ്ലിക്കേഷനിൽ നിന്ന് അവർക്ക് എക്സിറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ജസ്റ്റ് ഈ ആപ്ലിക്കേഷനിൽ വിത്തിൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കാം എന്നതല്ലാതെ അവർക്ക് ഈ ആപ്ലിക്കേഷനിൽ നിന്ന് എക്സിറ്റ് ആകാൻ സാധിക്കത്തില്ല. എങ്ങനെയൊക്കെ നോക്കിയാലും എക്സിറ്റ് ആകത്തില്ല. മറ്റ് കൺട്രോൾ സെൻറ്ററോ നോട്ടിഫിക്കേഷൻ സെൻറ്ററോ ഇതൊന്നും ആക്സസ് ചെയ്യാൻ സാധിക്കത്തില്ല. വിത്തിൻ ഈ ആപ്ലിക്കേഷൻ മാത്രമായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ശേഷം നമുക്ക് ഗൈഡഡ് ആക്സസ് ചെയ്യുന്ന എക്സിറ്റ് ആകണം എന്നുണ്ടെങ്കിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക ഈ പവർ ബട്ടൺ. ഇവിടെ പാസ്കോഡ് ചോദിക്കും. നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്കോഡ് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. അത് എൻ്റർ ചെയ്യുക. ഇവിടെ എൻഡ് എന്നുള്ള ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ അങ്ങനെ നമുക്കിത് ഹോൾഡ് ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ആക്സസിബിലിറ്റിയിൽ തന്നെ ഗൈഡഡ് ആക്സസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷന് തൊട്ട് താഴെയായിട്ട് കാണുന്ന അസിസ്റ്റീവ് ആക്സസ്. ഇത് നോർമലി നമ്മൾ കാണുന്ന പോലത്തെ UI അല്ല. ഇതിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. പ്രത്യേകിച്ച് ഇത് നമുക്ക് വേണമെങ്കിൽ ആൻഡ്രോയിഡിലെ മെയിൻ്റനൻസ് മോഡ് പോലെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതായത് ഈ ഒരു അസിസ്റ്റീവ് ആക്സസ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഗൈഡഡ് ആക്സസിനകത്ത് ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ കൊടുത്താൽ ആ ആപ്ലിക്കേഷനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ അവർക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇത് അസിസ്റ്റീവ് ആക്സസ് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് ആപ്ലിക്കേഷൻ ആണെങ്കിലും നമുക്ക് ഫുൾ കൺട്രോളാണ്. ഇവിടെയാണ് നമുക്ക് ഏതൊക്കെ വെറൈറ്റി ഓഫ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യണം. അതായത് നമുക്ക് ഫോൺ ആപ്പ് ആഡ് ചെയ്യാം. ഇവിടെ നമുക്ക് കുറേ അധികം ഡീപ്പർ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ കോൾ റിസീവ് ഫ്രം ആരുടെയൊക്കെ കോള് റിസീവ് ചെയ്യണം, അതായത് ഫേവറേറ്റ്സ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ആരെയൊക്കെ നമുക്ക് കോൾ അങ്ങോട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ഫേവറേറ്റ്സ് ഓപ്ഷൻ മാത്രം നിങ്ങൾക്ക് എനേബിൾ ചെയ്യാൻ സാധിക്കും. പിന്നെ ഫോട്ടോസ് ആപ്പ്. ഇപ്പോൾ ഫോട്ടോസ് ആപ്പ് ഞാൻ പറഞ്ഞ പോലെ എന്തൊക്കെ ആക്ഷൻസ് ആണ്, പിഞ്ച് ടു സൂം, ഇൻക്ലൂഡ് ഷെയർഡ് ലൈബ്രറി, ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൺട്രോൾ ചെയ്യാം. ക്യാമറ ആപ്ലിക്കേഷൻ അതിലേതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ കൺട്രോൾ ചെയ്യാം. ഇങ്ങനെ നിരവധി ഫസ്റ്റ് പാർട്ടി ആൻഡ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് മാത്രമായിട്ട് നമുക്കിവിടെ ആക്സസ് അല്ലെങ്കിൽ കൺട്രോൾ കൊടുക്കാൻ സാധിക്കും. ആൻഡ് കൊടുക്കുന്ന ആപ്ലിക്കേഷൻസിൻ്റെ എല്ലാം ഫുൾ കൺട്രോളും നമ്മളുടെ കയ്യിലായിരിക്കും. അങ്ങനെ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. ആൻഡ് ഇവിടെ നമുക്കൊരു പുതിയ പാസ്വേഡ്, നമുക്ക് മാത്രം അറിയാവുന്ന പുതിയൊരു പാസ്വേഡ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഇത് അസിസ്റ്റീവ് ആക്സസ് മോഡിലേക്ക് എനേബിളായി. ഇതിൽ നിന്ന് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല, ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മൾ കൊടുത്തിട്ടുള്ള കൺട്രോളുകൾ മാത്രം, ഫോട്ടോസിനകത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള കൺട്രോളുകൾ മാത്രമാണ് ഇതിൽ കാണിക്കത്തുള്ളൂ. ഇനി ഇതിൽ നിന്ന് എക്സിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വീണ്ടും ടാപ്പ് ചെയ്യുക. ഇവിടെ എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട്, അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ സാധിക്കും. 2, ഈ പറയുന്ന കാര്യം ദിസ് ഈസ് ഓൺലി ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ്. കാരണം ഇത് മിസ്യൂസ് ചെയ്യാനും ചാൻസുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞത്. അതായത് നമ്മളുടെ ഐഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഡിസ്പ്ലേ ഓൺ ആകാതെ തന്നെ നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബിൽറ്റ് ഇൻ ഫീച്ചർ, അതും ആക്സസിബിലിറ്റി ഫീച്ചറിൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എനേബിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. വീണ്ടും ആക്സസിബിലിറ്റി ഓപ്ഷനിൽ പോവുക. ഏറ്റവും താഴെ നമ്മൾ ഗൈഡഡ് ആക്സസ് എന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇത് വീണ്ടും എനേബിൾ ചെയ്യുക. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഇത് ജസ്റ്റ് എനേബിൾ ചെയ്യുക. അതിനുശേഷം ബാക്കിലേക്ക് പോയിട്ട് ആക്സസിബിലിറ്റി ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ അത് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. അതിൽ ഏറ്റവും താഴത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ വോയിസ് ഓവർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. വോയിസ് കൺട്രോൾ അല്ല, അതിൻ്റെ തൊട്ട് താഴെയുള്ള വോയിസ് ഓവർ, അത് നിങ്ങളങ്ങ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ബാക്കിലേക്ക് പോവുക. ഇനി ഞാൻ പറഞ്ഞ പോലെ ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇതിന് ശേഷം കൺട്രോൾ സെൻറ്ററിൽ പോയിട്ട് ഈ സ്പീക്കറിൻ്റെ വോളിയം അങ്ങ് കുറയ്ക്കുക. കാരണം പ്രത്യേകിച്ച് മറ്റുള്ളവർ കേൾക്കരുത്. 2, ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവും, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് അതങ്ങ് ക്ലോസ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ടാപ്പ് ചെയ്യുക.
ചെയ്യുക. 1 2 3 ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് വോയിസ് ഓവറാണ് എനേബിൾ ചെയ്യേണ്ടത്. സോ വോയിസ് ഓവറിൽ ടാപ്പ് ചെയ്യുന്നു. ടാപ്പ് ചെയ്ത് കഴിയുമ്പം നമുക്ക് കാണാം അവിടെ ഒരു സെലക്ഷൻ വന്നേക്കുന്നത്. ഇത് വീണ്ടും നമ്മളിങ്ങനെ സ്വൈപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് സെലക്ഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇത് റെക്കോർഡ് ബട്ടണിൽ സെലക്ട് ആയിട്ടുണ്ട്. സോ റെക്കോർഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഡബിൾ ടാപ്പ് ചെയ്യണം. ഡബിൾ ടാപ്പ് ചെയ്യുമ്പം നമുക്ക് വോയിസ് ഓവർ ഉണ്ടെങ്കിലും ഈ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്, സ്ക്രീൻ കംപ്ലീറ്റ്ലി ഡിം ആക്കണം. ഇത് റെക്കോർഡ് ചെയ്യുവാണ് എന്ന് മറ്റുള്ളവർ അറിയരുത്. അതിനുവേണ്ടി സ്ക്രീൻ ബ്രൈറ്റ്നസ് ഡിം ആക്കുകയോ അല്ലെങ്കിൽ സ്ക്രീൻ ലോക്ക് ആക്കുകയോ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ 3 ഫിംഗേഴ്സ് ഉപയോഗിക്കുക. ജസ്റ്റ് ഇവിടെ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുക, സ്ക്രീൻ ഓഫായി. ഇനി നമ്മൾ സിംഗിൾ ടാപ്പ് ചെയ്താലോ ഡബിൾ ടാപ്പ് ചെയ്താലോ ഒന്നും സ്ക്രീൻ ഓൺ ആകത്തില്ല. ഫോൺ ഇങ്ങനെ ഓഫ് ആയതുപോലെ ഇരിക്കത്തുള്ളൂ. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. അതെങ്ങനെയാണ് ഞാൻ വീണ്ടും കാണിച്ചുതരാം. വീണ്ടും ട്രിപ്പിൾ ടാപ്പ് ചെയ്യുക. അപ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് ആ സെക്കൻഡ് പോകുന്നത് കാണാൻ സാധിക്കും. 33 സെക്കൻഡ്സ് അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. വീണ്ടും നമ്മൾ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുക, സ്ക്രീൻ ഓഫായി. ഇനി ഇത് ഡിസേബിൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഈ പവർ ബട്ടണിൽ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുക. 1 2 3 ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് ക്യാൻസൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്യുക, അത് ക്യാൻസൽ ആകുന്നതായിരിക്കും. ഇത്രയുള്ള പരിപാടി കഴിഞ്ഞു. 3, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് വെബ്സൈറ്റും ആയിക്കോട്ടെ അതിനെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി പൂർണ്ണമായും ഒരു ട്രൂ ആപ്ലിക്കേഷനാക്കി മാറ്റാൻ സാധിക്കും. അതിന് സാധിക്കുന്ന ഒരു കിടിലൻ ഓപ്ഷനാണ് iOS 26 കൊടുത്തേക്കുന്ന ഈ ഒരു ഫീച്ചർ. സിമ്പിളാണ്. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ഈ ഒരു 3 ഡോട്ടിൽ ടാപ്പ് ചെയ്തിട്ട് ഷെയർ ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഷെയർ എന്ന് പറയുന്ന ഈ ഒരു പേജ് വരും. അതിൽ ആഡ് ടു ഹോം സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി നമ്മൾ ആഡ് ചെയ്യുന്ന പോലെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. പക്ഷേ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ആസ് എ വെബ് ആപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് എനേബിൾ ആയിരിക്കണം. ഇത് എനേബിൾ ചെയ്താൽ മാത്രം മതി. ദെൻ ആഡ് കൊടുക്കുക. ആഡ് കൊടുത്ത് കഴിയുമ്പോൾ നമുക്കിതൊരു ആപ്ലിക്കേഷൻ പോലെ ഓപ്പൺ ആക്കി എടുക്കാൻ സാധിക്കും. നോർമലി നമ്മളൊരു ആപ്ലിക്കേഷൻ എങ്ങനെയാണോ ഓപ്പൺ ആക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു വെബ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനായിട്ട് ഇതങ്ങ് ഓപ്പൺ ആവും. ഇവിടെ നമുക്ക് താഴെ അതിൻ്റെ URL ബാറോ കാര്യങ്ങളോ ഒന്നും നമുക്കിവിടെ ലഭിക്കത്തില്ല. ജസ്റ്റ് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഓപ്പൺ ആയി വരുന്നത് അതുപോലെ തന്നെ നമുക്കിത് വെബ് ആപ്പായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തത്, നമ്മൾ ഐഫോൺ എവിടെയെങ്കിലും വെച്ച് നഷ്ടപ്പെട്ടു പോയോ അല്ലെങ്കിൽ ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയാൽ നമുക്ക് ബിൽറ്റിനായിട്ട് ഫൈൻഡ് മൈ എന്ന് പറയുന്ന ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഫൈൻഡ് മൈ ആക്സസ് ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കിടിലൻ ഷോർട്ട് കട്ട് ഓട്ടോമേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കുന്നതിലൂടെ നിങ്ങളുടെ ഫോണിൻ്റെ കറണ്ട് ലൊക്കേഷൻ, അതോടൊപ്പം ഫ്രണ്ട് ഫേസി സെൽഫി ഫോട്ടോ ഇതുൾപ്പെടെയുള്ള സകല ഡീറ്റെയിൽസും നിങ്ങൾ അയക്കുന്ന ഫോണിലേക്ക് ഒരു SMS ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇതൊരു ഷോർട്ട് കട്ട് ഓട്ടോമേഷനാണ്. ഈ പറഞ്ഞ പോലെ ഇത് നടക്കണം എന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ എനേബിൾഡ് ആയിരിക്കണം. 1, നിങ്ങളുടെ ഫോൺ ഓൺ ആയിരിക്കണം. 2, നിങ്ങളുടെ ഫോണിൻ്റെ നെറ്റ് എനേബിൾഡ് ആയിരിക്കണം. അതിനുവേണ്ടി നമ്മൾ ഷോർട്ട് കട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുക. ഷോർട്ട് കട്ട് ആപ്പിൽ ഓട്ടോമേഷൻ ടാബിലേക്ക് പോവുക. ഓട്ടോമേഷനിൽ പ്ലസ് ഐക്കണിൽ ടാപ്പ് ചെയ്ത് ക്രിയേറ്റ് ന്യൂ ഓട്ടോമേഷനിൽ ഇവിടെ നമുക്ക് വേണ്ടത് മെസ്സേജാണ്. കാരണം മെസ്സേജ് അയക്കുമ്പോൾ വേണം ഈ ഒരു ഓട്ടോമേഷൻ വർക്ക് ചെയ്യാൻ. സോ മെസ്സേജ് ഓപ്ഷൻ ടാപ്പ് ചെയ്തു. എനി സെൻഡർ എന്നുള്ളത് സെലക്ട് ചെയ്യുക. മെസ്സേജ് കണ്ടെയ്ൻ, ഇവിടെ നമുക്കൊരു വേർഡ് കൊടുക്കണം. ഈ വേർഡ് എന്തിനാണെന്ന് വെച്ചാൽ ഈ വേർഡ് നമ്മൾ മെസ്സേജ് ആയിട്ട് സെൻഡ് ചെയ്യുമ്പോഴാണ് ഈ ഫോണിലേക്ക് റിസീവ് ചെയ്യുമ്പോഴാണ് ഈ ഓട്ടോമേഷൻ ആക്റ്റീവ് ആകുന്നത്. സോ നമുക്ക് ഇഷ്ടമുള്ള മെസ്സേജോ അല്ലെങ്കിൽ വേർഡോ ആക്കാം. സോ ഞാനിവിടെ ഹാപ്പി എന്ന് പറഞ്ഞൊരു വേർഡ് ടൈപ്പ് ചെയ്തു, ഡൺ കൊടുത്തു. ഈ ഒരു വേർഡ് ഫോണിലേക്ക് മെസ്സേജ് ആയിട്ട് വരുമ്പോഴായിരിക്കും എൻ്റെ ഈ ഓട്ടോമേഷൻ ട്രിഗർ ആകുന്നത്. സോ റൺ ഇമീഡിയറ്റ്ലി കൊടുത്തു. നെക്സ്റ്റ് ടാപ്പ് ചെയ്യുന്നു. നെക്സ്റ്റിൽ ക്രിയേറ്റ് ന്യൂ ഓട്ടോമേഷൻ അല്ലെങ്കിൽ ക്രിയേറ്റ് ന്യൂ ഷോർട്ട് കട്ട് സെലക്ട് ചെയ്യുന്നു. ആദ്യം ഞാൻ ലോ പവർ മോഡാണ് സെറ്റ് ചെയ്യുന്നത്. കാരണം നമുക്ക് ബാറ്ററി സേവ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ മെസ്സേജ് വരുമ്പോഴേ ആദ്യമേ ലോ പവർ മോഡ് അങ്ങ് എനേബിൾ ചെയ്യുക. 2, ഫോട്ടോയാണ്. സോ ഫോട്ടോ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തു. ഇവിടെ ടേക്ക് ഫോട്ടോ എന്ന് പറയുന്ന ആ ഒരു ആക്ഷൻ ആഡ് ചെയ്യുക. ടേക്ക് 1 ഫോട്ടോ വിത്ത് ബാക്ക് ക്യാമറ അല്ല വേണ്ടത്, നമുക്ക് ഫ്രണ്ട് ഫേസിങ് ക്യാമറയാണ്. സോ അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് എന്നുള്ളത് കൊടുക്കാം. ഇവിടെ ക്യാമറ എന്നുള്ളത് ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ ഉണ്ട്, അതിൽ ടാപ്പ് ചെയ്തിട്ട് ഷോ പ്രിവ്യൂ എന്നുള്ളത് ഡിസേബിൾ ചെയ്യുക. ഇതിന് ശേഷം നമുക്ക് വേണ്ടത് ഈ എടുത്ത ഫോട്ടോ മെസ്സേജ് ആയിട്ട് നമുക്ക് അയച്ചു തരണം. സോ സെൻഡ് മെസ്സേജ് എന്നുള്ള ആക്ഷൻ ആഡ് ചെയ്യുക. സോ സെൻഡ് ഫോട്ടോ ടു ആർക്കാണ് എന്നുള്ളത് നമ്മളിവിടെ റെസിപ്പിയൻറ്റ് എന്നുള്ളിടത്ത് സെർച്ച് ചെയ്യുക. ഇനി നമുക്ക് വേണ്ടത് ലൊക്കേഷനാണ്, ഫോണുള്ള ലൊക്കേഷൻ. സോ ഗെറ്റ് ലൊക്കേഷൻ എന്നുള്ള സെർച്ച് ചെയ്യണം. ഗെറ്റ് കറണ്ട് ലൊക്കേഷൻ എന്നുള്ളത് ടാപ്പ് ചെയ്തു. അലോ ആക്സസ് കൊടുത്തു. അലോ ആക്സസ് വൈൽ യൂസിങ് അല്ലെങ്കിൽ ഓൾവേസ് അലോ എന്നുള്ളത് കൊടുക്കുക. ഗെറ്റ് കറണ്ട് ലൊക്കേഷൻ എന്നുള്ളത് കൊടുക്കുക. ഇവിടെയുമുള്ള ആ ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ടാപ്പ് ചെയ്യുക. പ്രിസിഷൻ എന്നുള്ളത് നിയറസ്റ്റ് 100 മീറ്റർ എന്നുള്ളത് മാറി ബെസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കൂ. സോ 100 മീറ്ററോ 10 മീറ്ററോ എന്നുള്ളത് ഡിപ്പെൻഡിങ് ഓൺ നമ്മുടെ ആ ഡിവൈസിൻ്റെ റേഞ്ചും അല്ലെങ്കിൽ ആ ഒരു പരിധിയും ഒക്കെ നോക്കിയിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ഓൾമോസ്റ്റ് പിൻ ഡ്രോപ്പ് ആയിട്ടുള്ള ലൊക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇത്രയും ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് ഈ ലൊക്കേഷൻ ലഭിക്കണമല്ലോ. സോ സെൻഡ് മെസ്സേജ് എഗെയിൻ ആഡ് ചെയ്യുക. ഇങ്ങനെ വേണ്ട 3 കാര്യങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ നമ്മുടെ ഷോർട്ട് കട്ട്. ഇത്രയും കൊണ്ട് നമുക്ക് ഷോർട്ട് കട്ട് ക്ലോസ് ചെയ്യാൻ സാധിക്കും. ഇത്ര ആക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഷോർട്ട് കട്ട് റെഡി ആയിട്ടുണ്ട്. ഡൺ കൊടുക്കുക. ഇനി ഇതെങ്ങനെയാണ് വർക്ക് ആകുന്നതെന്ന് അറിയാൻ ഞാൻ കാണിച്ചുതരാം. ഈവൻ ദോ നമ്മുടെ ഫോൺ ലോക്ക് ആണെങ്കിൽ പോലും
ശ്രദ്ധിച്ചേക്കണം, ഫോൺ ലോക്ക് ആണെങ്കിൽ പോലും നമുക്കിത് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ഫോൺ ലോക്കാക്കി വെച്ചേക്കുവാണ്. ശേഷം ഞാൻ ഈ ഫോണിൽ നിന്ന് ഹാപ്പി എന്ന് പറയുന്ന മെസ്സേജ്, ആ ഒരു പർട്ടിക്കുലർ വേർഡ് ഞാൻ ഈ ഫോണിലേക്ക് അയക്കുവാണ്. ഇപ്പോൾ നമുക്കിവിടെ കാണാം ലോ പവർ മോഡൊന്നും അല്ല എനേബിൾ ചെയ്തേക്കുന്നത്. ആ മെസ്സേജ് അവിടെ റിസീവ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലോ പവർ മോഡിലേക്ക് നമ്മുടെ ഫോൺ പോവും. എനിക്ക് ഫോണിൻ്റെ ലൊക്കേഷൻ വിത്ത് ഇമേജ് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. ഫോണിൻ്റെ ലൊക്കേഷൻ വിത്ത് ഇമേജ് നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. ആപ്പിൾ ഐഫോൺ 13 Pro സീരീസ് മുതലാണ് പ്രോ മോഷൻ 120 Hz റീഫ്രഷ് റേറ്റ് ഡിസ്പ്ലേ കൊണ്ടുവരാൻ തുടങ്ങിയത്. അതിനുശേഷം ഇറങ്ങിയിട്ടുള്ള 13, 14, 15, 16, 17 സീരീസിലെല്ലാം നമുക്ക് ഈ പ്രോ മോഷൻ പ്രോ സീരീസിൽ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കൊരു അത്യാവശ്യ ഘട്ടത്തിൽ ഈ ഒരു ഹൈ റീഫ്രഷ് റേറ്റ് ഡിസേബിൾ ചെയ്ത് നോർമൽ 60 Hz മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്താൽ മതി. അതിനുവേണ്ടി നമ്മൾ വീണ്ടും സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക, അതിൽ ആക്സസിബിലിറ്റി ഓപ്ഷനിൽ പോവുക. ദെൻ നമ്മൾ മോഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. മോഷനിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും താഴെ ലിമിറ്റ് ഫ്രെയിം റേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ 120 Hz എന്നുള്ളത് പിന്നെ 60 Hz മാറും. സ്ക്രീനിലൊക്കെ സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു വ്യത്യാസം ലാഗ് ഫീൽ ചെയ്യുന്ന പോലെ തോന്നും. കാരണം 120 Hz മാറി 60 Hz ആയതുകൊണ്ടാണ്. 60 Hz മാറി 120 Hz ആകുമ്പം എത്ര സ്മൂത്താണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആൻഡ് നിങ്ങളിൽ എത്ര പേർക്കറിയാം നമ്മുടെ ഐഫോൺ ഷട്ട് ഡൗൺ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സൗണ്ട് കേൾക്കാൻ സാധിക്കും. ഇപ്പോൾ ഫോൺ ഷട്ട് ഡൗൺ ആയിക്കോണ്. ഇനി ഇത് ടേൺ ഓൺ ചെയ്യുന്ന സമയത്തും നമുക്ക് മറ്റൊരു ടേണിങ് ഓൺ സൗണ്ട് കേൾക്കാൻ സാധിക്കും. സോ എങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ടേൺ ഓൺ സൗണ്ട് എനേബിൾ ചെയ്യാം, അതിനും ആക്സസിബിലിറ്റിയിൽ ഒരു ഓപ്ഷനുണ്ട്. അതിനുവേണ്ടിയും സെയിം നമ്മൾ സെറ്റിങ്സിൽ ആക്സസിബിലിറ്റി പോവുക, ഏറ്റവും താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പം ഇവിടെ ഓഡിയോ ആൻഡ് വിഷ്വൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പം നമുക്കിവിടെ പവർ ഓൺ ആൻഡ് ഓഫ് സൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഷട്ട് ഡൗൺ ചെയ്യുമ്പോഴും ടേൺ ഓൺ ചെയ്യുമ്പോഴും നമുക്കൊരു സൗണ്ട് ലഭിക്കുന്നതാണ്. സോ ഞാനിതിൽ പരിചയപ്പെടുത്തിയ ഈ ട്രിക്കുകൾ നിങ്ങൾക്ക് ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ഔട്ട്. ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ഉള്ള ആപ്പിൾ റിലേറ്റഡ് കണ്ടൻസിന് ഇനി നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും മറക്കാതെ ഫോളോ ചെയ്യുക. സോ ദിസ് ഇസ് മിലൻ. Catch you guys next one. Until then, peace.